ഹലോ കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ഹൊറർ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഹൊറർ സ്റ്റോറി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ കഥയുടെ പേര് അവസാനത്തെ ബസ് എന്നാണ്. രാത്രി പാതിര കഴിഞ്ഞിരുന്നു. നഗരത്തിലെ ആ തിരക്കുള്ള ബസ് സ്റ്റാൻഡിൽ പ്രകാശും അവൻ്റെ സുഹൃത്ത് നിതിനും മാത്രമാണ് ബാക്കിയുള്ളത്. മഴ പെയ്യാൻ തുടങ്ങുന്നതിൻ്റെ ലക്ഷണമുണ്ട്. എടാ പ്രകാശേ, ഈ നേരത്ത് ഇനി ബസ്സുണ്ടാകുമോ? നിതിൻ വാച്ചിലേക്ക് നോക്കി ചോദിച്ചു. ഉണ്ടാവാതിരിക്കില്ല, ലാസ്റ്റ് ബസ് 10:45 വരാറുള്ളത്, പ്രകാശ് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. കൃത്യം 10:45 ആയപ്പോൾ ദൂരെ നിന്ന് ഒരു മഞ്ഞ വെളിച്ചം വരുന്നത് അവർ കണ്ടു. വളരെ പഴയ ഒരു ബസ്. ബോർഡിൽ എഴുതിയിരിക്കുന്നത് വ്യക്തമല്ല. ബസ് അവരുടെ മുന്നിൽ വന്നു നിന്നു. അകത്ത് വെളിച്ചം വളരെ കുറവാണ്. അവർ രണ്ടുപേരും ബസ്സിൽ കയറി. ഏറ്റവും പിന്നിലെ സീറ്റിലിരുന്നു. ബസ്സിൽ അവരെ കൂടാതെ 3 പേർ കൂടി ഉണ്ടായിരുന്നു. മുൻപിലെ സീറ്റിൽ തല താഴ്ത്തിയിരിക്കുന്ന ഒരു സ്ത്രീ, നടുവിൽ വിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൃദ്ധൻ, പിന്നെ ഡ്രൈവറും കണ്ടക്ടറും എവിടെയും കാണാനില്ല. ബസ് നീങ്ങി തുടങ്ങി. നഗരം പിന്നിട്ട് വിജനമായ കാട്ടുപാതയിലേക്ക് ബസ് പ്രവേശിച്ചു. പെട്ടെന്ന് നിതിൻ പ്രകാശിൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. എടാ, ആ മുൻപിലിരിക്കുന്ന സ്ത്രീയെ നോക്ക്, നിതിൻ മന്ത്രിച്ചു. പ്രകാശ് നോക്കി. ആ സ്ത്രീ പതുക്കെ തലയുയർത്തി. അവളുടെ മുഖം ജനാലിലെ ഗ്ലാസ്സിൽ പ്രതിഫലിക്കുന്നത് കണ്ട പ്രകാശ് ഞെട്ടിപ്പോയി. അവർക്ക് കണ്ണുകൾ ഉണ്ടായിരുന്നില്ല, വെറും 2 കറുത്ത കുഴികൾ മാത്രം. ഭയന്നുപോയ പ്രകാശ് മുന്നിലിരിക്കുന്ന വൃദ്ധനെ വിളിക്കാൻ നോക്കി. പക്ഷേ അപ്പോഴേക്കും ആ വൃദ്ധൻ തൻ്റെ സീറ്റിൽ നിന്ന് എണീറ്റ് പതുക്കെ തിരിഞ്ഞു നോക്കി. അയാളുടെ ശരീരം മുഴുവൻ മഞ്ഞു മൂടിയതുപോലെ വെളുത്തിരിക്കുകയായിരുന്നു. അയാൾ വാ തുറന്നപ്പോൾ അതിൽ നിന്ന് രക്തം ഇറ്റിറ്റു വീഴുന്നുണ്ടായിരുന്നു. നമുക്കിവിടെ ഇറങ്ങാം, പ്രകാശ് നിലവിളിച്ചു. ബസ് നിർത്താൻ വേണ്ടി അവർ ഡ്രൈവറുടെ അടുത്തേക്കോടി. പക്ഷേ ഡ്രൈവർ സീറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല. സ്റ്റിയറിംഗ് തനിയെ തിരിയുന്നു. ബസ് അതിവേഗത്തിൽ ഒരു കൊക്കെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. പ്രകാശ് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അവിടെ ഒരു ബോർഡ് കണ്ടു. അപകട മേഖല. 10 വർഷം മുമ്പ് ഇതേ സ്ഥലത്ത് വെച്ച് ഒരു ബസ് മറിഞ്ഞ് എല്ലാവരും മരിച്ചിരുന്നു. പെട്ടെന്ന് ആ ബസ് അപ്രതീക്ഷിതമായി. പ്രകാശും നിതിനും റോഡരികിലെ കുറ്റിക്കാട്ടിൽ വീണ് കിടക്കുകയായിരുന്നു. ചുറ്റും നോക്കിയപ്പോൾ ബസ്സില്ല, ആളുകളില്ല. ദൂരെ ഒരു പഴയ തുരുമ്പിച്ച ബസ് കൊക്കയിൽ കിടക്കുന്നത് ചന്ദ്രപ്രകാശത്തിൽ അവർ കണ്ടു. അന്നു മുതൽ ഇന്നുവരെ രാത്രി 10:45 കഴിഞ്ഞ് ആ വഴി ആരും പോകാറില്ല. കാരണം ആ അവസാനത്തെ ബസ് ഇപ്പോഴും അവിടെ ആരെയോ കാത്ത് വരുന്നുണ്ടാകാം. അപ്പോൾ ഗായ്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ കുറേ കഥകളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ.